വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം റെസിപ്പി കാണുന്നതിന് മുന്നമായിട്ട് ഞാൻ പറയാണ്, എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കപ്പ് ഗ്രീൻ പീസാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്കൊരു മീഡിയം സൈസ് സവാള, കുറച്ച് വേപ്പില, 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളകും പൊടി. ഞാൻ സാധാരണ മുളകും പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗ്രീൻ പീസിൻ്റെ മുകളിലേക്കായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ നമുക്കിത് കുക്കാക്കി എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് ഉടച്ച് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2 തവി ഗ്രീൻ പീസാണ് കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഞാനൊരു സോസ് പാനാണ് കേട്ടോ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 4-5 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ചുവന്ന് കളറ് വരുന്ന വരെ തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരണം. അങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ രീതിയിലാണ് കേട്ടോ മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതും ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്ന വരെ തന്നെ നമ്മളിത് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തക്കാളി നന്നായിട്ട് വെന്തുടയുന്ന വരെ തന്നെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വരണം കേട്ടോ. തക്കാളിയൊക്കെ സവാളയും നന്നായിട്ട് തന്നെ ഉടഞ്ഞ് നന്നായി കുക്കായി വരണം. നന്നായി വെന്തുടഞ്ഞതിന് ശേഷം അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. മസാലയായിട്ട് ഞാൻ മീറ്റ് മസാല ഉണ്ടല്ലോ, അത് 2 ടീസ്പൂണ്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മാറി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുക്കാക്കി വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഗ്രേവിക്ക് വേണ്ടി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല കേട്ടോ. അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ 2 തവി ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് മസാലയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പം അപ്പത്തിലേക്കാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.